الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقب الدار. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ ധാരാളമായി നമ്മൾ പറയുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന വലിയ ഒരു പരാതി, നമ്മുടെ യുവത്വവും യുവാക്കളുടെ ജീവിതവും അതേപോലെ തന്നെ കൗമാരക്കാരുടെ ജീവിതവും ഒക്കെ ഒരു കാര്യമായി ഉപയോഗമില്ലാതെ പാഴാക്കപ്പെടുന്നു എന്നുള്ള ഒരു പരാതി. അതല്ലെങ്കിൽ മക്കൾ നേരിന്റെ മാർഗത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അങ്ങനെയെന്നല്ല, അങ്ങനെ ഒരുപാട് പരാതികൾ നമുക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മളുടെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മക്കളെ കുറിച്ചൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പറയും സോഷ്യൽ മീഡിയകൾക്കും ഇന്റർനെറ്റിനും ഒക്കെ അഡിക്റ്റാണ്, സോഷ്യൽ മീഡിയകളിലെ ഇന്ന ആപ്പുകളാണ് കൂടുതൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാണ് അവരുടെ താല്പര്യം, അതിലാണ് അവരുള്ളത്, സമയം അധികവും അതിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ലഹരിയുടെ കാര്യത്തിൽ ലഹരി ഉപയോഗിക്കുന്ന മക്കൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ലഹരി എന്താണ് എന്നുള്ളത് നിർവചിക്കുന്നിടത്ത് പോലും നമ്മളിങ്ങനെ ആകെക്കൂടി ആശയക്കുഴപ്പത്തിലുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതേപോലെ തന്നെ മക്കളെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എന്ത് എന്ന് തിരിച്ചറിയുന്നില്ല. എന്തൊക്കെ വന്നാലും അടിച്ചു പൊളിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഇന്ന് വളർന്നു വരുന്ന മക്കൾക്കുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ പരാതികൾ ഉന്നയിച്ചുകൊണ്ട്, ഇതിങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇങ്ങനെയാണെന്ന് പറയല്ലോ കേട്ടോ, ഇതൊരു പരാതിയായിക്കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതികളെ കുറിച്ചാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിനോട്, പോറ്റി വളർത്തുന്ന മാതാപിതാക്കളോട്, വളർന്നു വരുന്ന ചുറ്റുപാടുകളോട്, അതേപോലെ തന്നെ സമൂഹത്തോടൊന്നുള്ള ഒരു ബാധ്യതയൊന്നും അത് ഏറ്റെടുക്കാൻ സന്നദ്ധരല്ലാത്ത വിധത്തിലാകുന്നു മക്കൾ വളർന്നു വരുന്നത്. യുവതലമുറ അങ്ങനെയാണ്, വേറെ ഏതൊക്കെയോ ലോകമാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. മാറിവരുന്ന നാളെയുടെ ഒരു ലോകം,
ആ ലോകത്ത് ധാർമ്മികതയുടെ നിലനിൽപ്പിനു വേണ്ടി, നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി, പ്രസരിപ്പിക്കാൻ വേണ്ടി, പ്രബോധനം ചെയ്യാൻ വേണ്ടി അതൊക്കെ നിലനിന്ന് കാണണം എന്നുള്ള തരത്തിൽ നമ്മുടെ മക്കളാകുന്നില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒട്ടൊക്കെ അങ്ങനെ പറയുന്നതിൽ ചില കാമ്പുകളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം നന്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ, അത് രാഷ്ട്രീയ പാർട്ടികളാവാൻ, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പ്രവർത്തിക്കാൻ രംഗത്ത് വരുന്ന തരത്തിലേക്ക് ഉണ്ടാവണില്ല. ഇനി അതല്ലെങ്കിൽ മതത്തിന്റെ, ദീനിന്റെ ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൊണ്ട് ആ മതപരമായ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ യുവതലമുറയിലെ മക്കള് വരുന്നില്ല. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ വളരെ അർത്ഥവത്തായ, കുറെ കൂടി അർത്ഥപൂർണ്ണ കുറെ പരാതികൾ തന്നെയാണ് എന്നുള്ളതൊരു നേരാണ്. അപ്പോ നമ്മൾ ഈ പരാതികളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി സമൂഹം എന്നുള്ള നിലയിൽ, മുഅ്മിനുകൾ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ മുൻഗാമികളെ പഠിക്കുക എന്നുള്ളത് അനിവാര്യതയാണ്. മുൻഗാമികൾ അവരുടെ മക്കളെ എങ്ങനെ ഒരു സ്വപ്നം കണ്ട്, അവരുടെ സ്വപ്നമല്ല മക്കൾക്ക് സ്വപ്നം നൽകിക്കൊണ്ട് എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു, എന്നിട്ട് അവരെങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തി, ഇത് വളരെ വലിയ ശ്രദ്ധാർഹമായ ഒരു പാഠം തന്നെയാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ മക്കളെ വളർത്തുന്നിടത്ത് നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ട കുറെ അനുഭവ സമ്പത്ത് നമ്മുടെ മുൻഗാമികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോ ഒരു കുട്ടിയുടെ ആദ്യത്തെ പാഠശാല എന്നുള്ള നിലക്ക് സാധാരണ പറയും അത് ഉമ്മയാണ് ആദ്യത്തെ പാഠശാല എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനം നമ്മൾ ധാരാളമായി കേൾക്കും. ഇന്നൽ ജന്നത തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. തീർച്ചയായും സ്വർഗം എന്ന് പറയുന്നത് ഉമ്മമാരുടെ, മാതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ്. ഈ കാലിന്റെ ചുവട്ടിൽ സ്വർഗം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഉമ്മമാർക്ക് പാദസേവ ചെയ്യുന്നതിന്റെ അത്രമേൽ ഉമ്മമാരെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതിന്റെ, അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയും. പക്ഷെ അതോടൊപ്പം തന്നെ ഉമ്മമാർക്ക് ഉള്ള ഒരു വലിയ ബാധ്യതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലോ ഹദീസ്, പ്രവാചകന്റെ ആ അധ്യാപനം. അഥവാ ഉമ്മമാർ എന്നുള്ള നിലക്ക് അവർ മക്കൾക്ക് സ്വർഗത്തിന്റെ പാത കാണിച്ചു കൊടുക്കാനുള്ള കാൽച്ചുവടുകൾ അവരുടെ കൂടെയാണുള്ളത്. അപ്പൊ മക്കളെ നേരിന്റെ പാതയിലേക്ക് നയിക്കാൻ, ആ ചുവടുകൾ അതിനനുസരിച്ച് ഒപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരാൻ മക്കൾക്ക്, ഉമ്മമാർക്ക് ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ നോക്കൂ, ചരിത്രം ഈ വിഷയത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. ചില ഉദാഹരണങ്ങളിലേക്ക് മാത്രം ഈ വിഷയത്തെ മനസ്സിലാക്കാൻ, അതിന്റെ ഗൗരവത്തെ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ, ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി, പക്ഷെ അത് നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ ചില ഉദാഹരണങ്ങൾ പറയാം മുൻഗാമികളിൽ നിന്ന്. മഹാനായ സ്വഹാബി സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാതാവ് സഫിയ ബിൻറ്റ് അബ്ദുൽ മുത്തലിബാണ്. സഫിയ ബിൻറ്റ് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആ ഉമ്മ കുഞ്ഞായിരിക്കുമ്പോൾ, സുബൈർ റളിയല്ലാഹു അൻഹു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിൽ കാണുന്ന പല വൈകല്യങ്ങളുടെയും വൈകൃതങ്ങളുടെയും അല്ലെങ്കിൽ പോരായ്മകളുടെ പേരിൽ, വൈകല്യം എന്നുള്ള വാക്ക് ഒരു വേള സ്വഹാബിയുടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് അത്രമേൽ ആപ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സ്വഹാബിയിൽ കാണുന്ന ചെറിയ ന്യൂനതകളുടെ പേരിൽ ആ ഉമ്മ കുഞ്ഞിനെ ശാസിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുഞ്ഞിനെ ചിലപ്പോഴൊക്കെ അടിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ എന്തിനിങ്ങനെ കുഞ്ഞിനെ, മകനെ അടിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം യതീമ് കൂടിയാണ്, ഉമ്മയാണ് എല്ലാ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് എന്നുകൂടി അവിടെ ഉണ്ട്. കുഞ്ഞിന് വേണ്ട എല്ലാ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അടി എന്നുള്ളത് കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ധാരാളമായിട്ട് ഇങ്ങനെ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആളുകളൊക്കെ ചോദിക്കും, അയൽവാസികൾ ചോദിക്കും, ബന്ധുക്കൾ ചോദിക്കും, എന്തിനാണ് കുട്ടിനെ എങ്ങനെ അടിക്കണതെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉമ്മ കൊടുക്കാറുള്ള മറുപടി ഇന്നമാ അദ്രിബുഹു ലികൈ യജുബ്ബ വയജുറൽ ജൈശ ദൽ ജലബി എന്നുള്ള കവിതാശകലങ്ങളിലൂടെ അതിന് മറുപടി കൊടുക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അടിക്കുന്നത് അവനെ സ്വന്തം കാലിൽ അവനെ നിൽക്കാൻ പര്യാപ്തനാക്കണം എന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞില്ല, അവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ തക്കതായ രീതിയിൽ അവൻ വളർന്നു വരണം എന്ന് ഞാൻ അവന്റെ കാര്യത്തിൽ അവനെ പ്രാപ്തനാക്കണം എന്ന് എന്റെ മനസ്സിൽ പ്രാർത്ഥനയുണ്ട്. ആ നിലക്കാണ് ഞാൻ അവനെ അടിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു ഉമ്മത്തിനെ നയിക്കാൻ, ഇസ്ലാമിക സമൂഹത്തിന്റെ സൈന്യത്തെ നയിക്കാൻ യോഗ്യനാവുക എന്നുള്ള നിലയിൽ അവൻ വളർന്നു വരണം എന്നുള്ളത് ഞാൻ അവനെ വളർത്തുമ്പോൾ എന്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് എന്ന് ആ ഉമ്മ ഇങ്ങനെ അടിക്കുന്നത് എന്തിന് എന്ന് ചോദിക്കും.
ചോദിക്കുമ്പോൾ അവൻ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടിക്കുന്നു എന്നുള്ള ഒരു മറുപടി ആ ഉമ്മ പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ആ മകൻ അങ്ങനെ വളർന്നു വന്ന ആ മകൻ പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ എന്നും സുബൈർ എന്ന് കേൾക്കുമ്പോൾ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തക്കതായ പ്രാപ്തി ആ മനുഷ്യനെ, ആ മഹാനായ സ്വഹാബിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, പല യുദ്ധങ്ങളിലും ഇസ്ലാമിക സമൂഹങ്ങൾ നടന്നിട്ടുള്ള പല മുന്നേറ്റങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കാൻ ആ മഹാനായ സ്വഹാബി ഉണ്ടായിരുന്നു. നേതൃത്വപരമായ പദവി ഏറ്റെടുക്കുന്നിടത്ത് ആ സ്വഹാബി വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണ്. നമ്മൾ ധാരാളമായി പേര് കേട്ട ഒരു സ്വഹാബിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ വളർച്ചയിൽ ഉമ്മയുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളതാണ് ആ സൂചിപ്പിച്ചത്. ഇതേപോലെ തന്നെ നമ്മൾ ഇമാമാരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരു ഇമാമാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മാതാവിന്റെ പേര് ആലിയ ബിൻത് ഷരീഖ് എന്നാണ്. ഈ ഉമ്മ ആ മകനെ വളർത്തിയെടുക്കുന്നതിൽ, ആ മകനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കൂട്ടത്തിൽ എടുത്തു പറയുന്ന മകന് വേണ്ട വസ്ത്രം ഒരുക്കി കൊടുക്കുന്നു, നല്ല ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു, നല്ല രീതിയിൽ വസ്ത്രം അണിയിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന കുറെ കഥകളും ചരിത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്. പ്രാപ്തിയില്ല, കഴിവില്ല, എന്നിട്ടുകൂടി മകന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു ഉമ്മയെക്കുറിച്ചുള്ള സംസാരങ്ങൾ കാണാൻ സാധിക്കും. എന്നിട്ട് ആ ഉമ്മ എല്ലാം ഒരുക്കി കൊടുത്ത് മകനോട് ദിവസവും പറയുന്ന ഒരു സംസാരം, ഇദ്ഹബ് ഇലാ റബീഅ ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി എന്ന് പറയുമത്രേ. എന്ന് പറഞ്ഞാൽ നീ റബീഅ എന്ന് പറയുന്ന പണ്ഡിതന്റെ അടുക്കലേക്ക് പോവുക, ആ സ്വഹാബിയായ പണ്ഡിതടുക്കലേക്ക് പോവുക. എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് നീ അദബ് പഠിക്കണം, സംസ്കാരം പഠിക്കണം. അദ്ദേഹത്തെ നീ നോക്കണം, അദ്ദേഹത്തെ നിരീക്ഷിക്കണം, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. എന്നിട്ട് ആ ജീവിതത്തിൽ നിന്ന് അദബ് പഠിക്കണം. ഖബ്ല ഇൽമിഹി, അദ്ദേഹം പഠിപ്പിച്ചു തരുന്ന ഇൽമ് ആർജിക്കുന്നതിന്റെ മുൻപ് അദ്ദേഹത്തിൽ നിന്ന് നീ ആർജിക്കേണ്ടത് സംസ്കാരമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അറിവ് നേടാൻ വേണ്ടി പറഞ്ഞേക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മ. പിൽക്കാലഘട്ടത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആരായി? ഇമാമരുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ ഇമാമ് എന്ന് പറയാവുന്ന പദവി ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ 4 ഇമാമാരെ കുറിച്ച് പറയും. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനെ രണ്ടാമത്തെ ഇമാം എന്നുള്ള പദവി നേടിയെടുക്കുന്നിടത്ത്, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് ഉമ്മാക്കുള്ള പങ്ക് ചെറുതല്ല, രക്ഷിതാക്കൾക്കുള്ള പങ്ക് ചെറുതല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് അവിടെയും നമ്മൾക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾക്ക് ബോധ്യമായി ഉണ്ടാകുന്നത്. ഇനി ഇതേപോലെ തന്നെ നാലാമത്തെ ഇമാം മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മാതാവിന്റെ പേര് സഫിയ ബിൻത് മൈമൂന എന്നാണ്. ആ ഉമ്മ മകനെ വളർത്തിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് പിൽക്കാലഘട്ടത്ത് മകൻ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞത്, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എന്റെ ഉമ്മ എന്നെ ഖുർആൻ പഠിപ്പിച്ചു. ഹഫിളത്നി ഉമ്മി അൽ ഖുർആന വഇൻദി 10 സിനീൻ. ഞാൻ 10 വയസ്സുകാരനായപ്പോൾ തന്നെ ഖുർആൻ മുഴുവനും എനിക്ക് പഠിപ്പിച്ചു തന്നു, എന്നെ മനഃപ്പാഠമാക്കാൻ പ്രാപ്തനാക്കി. ഖുർആന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഉമ്മ എന്നെ പ്രേരിപ്പിക്കുകയും അത് ഞാൻ ആർജിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് അങ്ങനെ ആർജിക്കാൻ വേണ്ടി എന്നെ യോഗ്യനാക്കുന്നിടത്ത് ഉമ്മ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്റെ ഉമ്മയെക്കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്ന മറ്റൊരു കാര്യം, കാനത്ത് തുഖിദുനി ലിസ്വലാത്തിൽ ഫജ്ർ. എല്ലാ ദിവസവും ഈ ചെറുപ്രായത്തിൽ തന്നെ 10 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ സ്വലാത്തുൽ ഫജ്റിന് വേണ്ടി എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് തദ്ഹബു മഈ ഇലൽ മസ്ജിദി, എന്റെ കൂടെ എന്റെ ഉമ്മ പള്ളിയിലേക്ക് വരും. അങ്ങനെ ഒരു ഉമ്മയെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉമ്മയെക്കുറിച്ച് താൻ എങ്ങനെ വളർന്നു വന്നു, ഈ ഒരു പ്രാപ്തി എങ്ങനെ നേടിയെടുത്തു, സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ, അറിവ് പകർന്നു കൊടുക്കാൻ, ഒരു ഇമാമായിക്കൊണ്ട് മാറുന്ന തലത്തിലേക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ പിന്നിലെ ചാലക ശക്തിയായി വർത്തിച്ചത് ഉമ്മയാണ് എന്നുള്ള ഒരു വലിയ ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. ഇക്കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഉമ്മമാരെ, നമ്മളടങ്ങുന്ന രക്ഷിതാക്കളെ കുറിച്ച് നമ്മൾ നമ്മൾ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവർ വളരണം, വലുതാകണം എന്നുള്ളിടത്ത് നമ്മൾ കാണുന്ന കിനാവുകളും അവർക്ക് കൊടുക്കുന്ന കിനാവുകളും എങ്ങനെയാണ് എന്നുള്ളതും ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്. പിന്നീട് 16 വയസ്സായപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്, 16 വയസ്സായപ്പോൾ എന്നെ ഹദീസ് പഠിക്കാൻ വേണ്ടി യാത്രയാക്കി.
ഹദീസ് പഠിക്കാൻ വേണ്ടി യാത്രയാക്കുന്ന സമയത്ത് ഉമ്മ എന്നോട് കാര്യമായി പറഞ്ഞ കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ പഠനത്തിനാണ് നീ പോകുന്നത്, ഈ പോകുന്നത് അള്ളാഹുവിലേക്കുള്ള ഒരു ഹിജ്റയാകുന്നു, അള്ളാഹുവിലേക്കുള്ള ഒരു പലായനമാണ് താങ്കൾ നീ ഈ നടത്തുന്നത് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഉമ്മ മകനോട് പറഞ്ഞിട്ടാണ് യാത്രയാക്കുന്നത് എന്നൊക്കെ. ഇങ്ങനെ പഠനത്തിനു വേണ്ടി, സമൂഹത്തിൽ മുന്നിൽ നിൽക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടി മക്കളെ അതിന് യോഗ്യരാക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മമാരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഹൻസ റളിയല്ലാഹു അൻഹയെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഹൻസ റളിയല്ലാഹു അൻഹയ്ക്ക് 4 മക്കളുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അന്നത്തെ ഏറ്റവും വലിയ പ്രബോധന പ്രവർത്തനത്തിന്റെ മാർഗമായിക്കൊണ്ട് അക്കാലഘട്ടത്തിൽ അനിവാര്യമായി സ്വീകരിച്ചത് യുദ്ധതലങ്ങളായിരുന്നു. അപ്പൊ ആ തലങ്ങളിലേക്ക് ഇന്ന് അത് യുദ്ധം എന്നുള്ള നിലക്കെടുക്കേണ്ടതില്ല. നമുക്ക് ഇസ്ലാമിക ദഅവത്തിന്റെ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ആ തരത്തിലേക്ക് അറിവ് നേടുകയും മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിൽ അവരുടെ ശരീരം കൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും അധ്വാനിക്കാൻ തക്കതായ രീതിയിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് വലിയ മാതൃകയാണ് ഹൻസ റളിയല്ലാഹു അൻഹയുടെ കാണാൻ സാധിക്കുക. ഇസ്ലാമിന്റെ ഈ സേവന മേഖലയിൽ പ്രവർത്തിക്കാൻ 4 മക്കളെയും യോഗ്യരാക്കിയിട്ട് ആ 4 മക്കളെ കുറിച്ചും പറയുന്നുണ്ട്, 4 മക്കളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇഅ്ലമു അന്നദ്ദാറൽ ബാഖിയത ഖൈറും മിനദ്ദാരിൽ ഫാനിയ. മക്കൾക്ക് ഹൻസ റളിയല്ലാഹു അൻഹ കൊടുത്ത വലിയ ഒരു ഉപദേശം ചരിത്രത്തിൽ അത്രമേൽ ആകർഷകമായി ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എത്രമേൽ ഇത് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൂടി വളരെ വലിയ ഗൗരവതരമായ ഒരു ചിന്തയാണ്. എന്തെന്നറിയോ? പറഞ്ഞു കൊടുക്കുന്നത്, ഇഅ്ലമു, നിങ്ങൾ മക്കളെ നിങ്ങൾ അറിയണം, അന്നദ്ദാറൽ ബാഖിയ, ബാക്കിയാകുന്ന ഗേഹമില്ലേ? ഏതാ ബാക്കിയാകുന്ന ഗേഹം? പരലോകം. പരലോകത്ത് നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന ജീവിതമില്ലേ? ആ ജീവിതമാകുന്നു ഖൈറും മിനദ്ദാരിൽ ഫാനിയ, നശിച്ചു പോകുന്ന ഈ ഗേഹത്തെക്കാളൊക്കെ ഉത്തമമായിട്ടുള്ളത്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ എന്ന് പറയുന്ന ആ ഒരു സന്ദേശത്തെ അല്ലാഹുവിന്റെ പിന്നെ ഈ ഹൻസ റളിയല്ലാഹു അൻഹ മക്കൾക്ക് നൽകുകയും എന്നിട്ട് മക്കളെ ആ അർത്ഥത്തിൽ സ്വപ്നങ്ങൾ നൽകി ആ കിനാവുകൾക്ക് ചിറവുകൾ മുളപ്പിച്ചു കൊടുത്ത് എന്നിട്ട് അവരെ പറഞ്ഞയക്കുകയും ഭൗതിക നേട്ടങ്ങൾ അവർക്ക് നേടിയെടുക്കണം എന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ അപ്പുറം ബാക്കിയാകുന്ന ആ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്ന മക്കളായി വളർത്തിക്കൊണ്ടുവരികയും മക്കൾ 4 പേരും ആ മാർഗത്തിൽ രക്തസാക്ഷികളായി തങ്ങൾക്കുള്ളത് മുഴുവനും കൊടുത്തു എന്നുള്ള സന്തോഷം കൊണ്ട് അവസാനം ഖാദിസിയ യുദ്ധത്തിൽ ആ 4 മക്കളും പോരാട്ടമുഖത്ത് രക്തസാക്ഷികളാകുന്നിടത്ത് ഹൻസ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദി ശറഫനി ബിഖത്ലിഹിം. ഈ 4 മക്കളെയും രക്തസാക്ഷിത്വം എടുത്തുകൊണ്ട് എനിക്ക് മാന്യത നൽകിയവനായ അള്ളാഹുവേ, നിനക്കാകുന്ന സർവസ്തുതിയും. ഇത് മുൻഗാമികളുടെ ചരിത്രമാണ്. ഇനിയാണ് നമ്മളുടെ കാലഘട്ടത്തിലെ മക്കൾക്ക് കൊടുക്കുന്ന തർബിയത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. ആ ആലോചനയിൽ നമ്മൾക്ക് സ്വപ്നങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ സ്വപ്നങ്ങളുടെ വഴി എവിടേക്കാണ് തിരിച്ചു വെച്ചിട്ടുള്ളത്? മക്കൾക്ക് കൊടുക്കുന്ന കിനാവുകൾ എങ്ങനെയാണ്? നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്കനുസരിച്ച് മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് ഒരു വലിയൊരു അബദ്ധമാണത്. അതിരിക്കട്ടെ, മറ്റൊരു വിഷയമാണ്. പക്ഷേ നമ്മൾ മക്കൾക്ക് കിനാവുകൾ കൊടുക്കുന്നു. ആ കിനാവുകൾ കൊടുത്തിട്ട് ആ കിനാവുകളുടെ ചിറവുകൾ മുളപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ അധ്വാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഏത് തലത്തിലാണ് അത് എന്നുള്ളതാണ്. അവരെ വലിയ വലിയ ഉന്നതലങ്ങളിലേക്കാക്കണം, ശരിയാണ്. പക്ഷേ പലപ്പോഴും ഒരു ദീനിന്റെ ദഅവത്തിനു വേണ്ടി, പള്ളിയിൽ നടക്കുന്ന ഒരു ക്ലാസ്സിന് വേണ്ടി, ആ ക്ലാസ്സിൽ നേതൃത്വം കൊടുക്കാനുള്ള തരത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നവരാകണം എന്നതിന് വേണ്ടി, അതിനുവേണ്ടി ഒരു ക്ഷണം ഉണ്ടാകുമ്പോൾ, അതിനുവേണ്ടി ഒരു വിളി കേൾക്കുമ്പോൾ, പള്ളിയിൽ നിന്നാവാം, പള്ളി എന്നൊരു ചെറിയ യൂണിറ്റാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നന്മയുടെ മുന്നിൽ നിൽക്കാൻ, നന്മയുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾ വേണം മക്കളെ, നിങ്ങൾ പോകണം മക്കളെ എന്ന് പറയുന്നിടത്ത്, അതല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നിടത്ത് നമ്മൾ പറയെന്താ, മക്കൾക്ക് പഠിക്കാനുണ്ട്, മക്കൾക്ക് പിന്നെ ട്യൂഷൻ ഉണ്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ കുറെ. മദ്രസ പഠനത്തിന്റെ കാര്യത്തിൽ പോലും അങ്ങനെയാണല്ലോ. മദ്രസ പഠനത്തിന്റെ കാര്യത്തിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 7:30 മദ്രസ തുടങ്ങിക്കഴിഞ്ഞാൽ 8:30 ആകുമ്പോഴേക്കും കുട്ടികൾക്ക് പോകണം, അല്ലെങ്കിൽ 7 തുടങ്ങി 8 ആകുമ്പോഴേക്കും പോകണം. അപ്പോഴേക്കും സ്കൂളിന്റെ ബസ് വരികയാണ്. ഇതൊക്കെ ഒരു ഇവിടെയാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഒരു ആക്ഷേപമല്ല ഇത്, ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നതിന്റെ ഒരു വലിയ പാഠം മുൻഗാമികളെ വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുക. എന്നിട്ടാണ് ഇനി നമ്മൾ ആലോചിക്കണം നമ്മൾ പരാതിപ്പെടുന്നിടത്ത്. നമ്മൾ ഖുതുബയാണ് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കയ്യിൽ ഡിവൈസുകൾ ഉണ്ടാകും, അതിലേക്ക് പോക്കറ്റിലേക്ക് അത് പോകും, നമ്മൾ കയ്യിലെടുക്കും, അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സംഭവിക്കുന്നത് ഒരു വ്യർത്ഥാ പണിയാകും ഈ ഇരുത്തം എന്നുള്ളതായിരിക്കും. അതുകൊണ്ട്
ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്നുള്ള നിലക്ക് നസീഹത്തോടു കൂടി പറയുന്നു. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഭൗതിക ലോകത്തുള്ള നേട്ടങ്ങൾ അത് നേടണം, അനിവാര്യമാണ്. ആ നേട്ടങ്ങൾക്കൊപ്പവും അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കേണ്ടതും അവര് വളർന്നു വരുന്ന ആ തലമുറയിൽ അധാർമികതകൾ ഉണ്ടാവാൻ പാടില്ല. അവർ ധർമ്മബോധത്തോടു കൂടി വളർന്നു വരണം. അതിന് എന്താണ് ഏറ്റവും അനിവാര്യമായ മാർഗം? അതിൽ ഏറ്റവും ചെറിയ രീതി ചെയ്യാൻ കഴിയുന്ന കാര്യമാകുന്നു പള്ളിയുമായി കൊണ്ട് അവർക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവണം. പള്ളിയുമായിക്കൊണ്ടുള്ള കണക്ഷൻ ഉണ്ടാവുക. പള്ളിയിൽ നടക്കുന്ന ദഅ്വാ പ്രവർത്തനങ്ങൾ പള്ളി കേന്ദ്രീകരിച്ചോ അതല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെടുന്ന സംഘങ്ങൾ ഉണ്ടാകുമല്ലോ, ആ സംഘം നടക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അതിന് വിളിക്കപ്പെടുമ്പോൾ മറ്റു പരാതികൾക്കപ്പുറം അത് വലിയ ഒരു കാര്യമാണ് തിരിച്ചറിയുക. ഇന്ന് പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം, ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള നിലക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവം, പലപ്പോഴും ഇങ്ങനെ പരാതി പറയും, മക്കളെ ഒന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് അവനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതേ ഉമ്മമാരെന്നെ നമ്മൾ വിളിച്ച സമയത്തോ നല്ല സമയത്ത് വിളിച്ചപ്പോൾ കേട്ടത് എന്താണ്? അവർക്ക് പഠിക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറെ കാര്യങ്ങളാണ്, പഠിക്കാനുണ്ട്, ട്യൂഷനുണ്ട്, ആ സമയത്ത് വരാൻ പറ്റൂല, ഈ സമയത്ത് വരാൻ പറ്റൂല എന്നിങ്ങനെയുള്ള. എന്നിട്ടോ അവസാനം അവരുടെ പിടുത്തത്തിൽ നിന്നൊക്കെ പിടുത്തം വിട്ടു പോയപ്പോൾ പിന്നെ കണ്ണ് തള്ളുകയാണ്. ആ സമയത്ത് കണ്ണ് തള്ളിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനും അവരെ യോഗ്യരാക്കേണ്ട രീതിയിൽ യോഗ്യരാക്കാനുമുള്ള ബാധ്യത നമ്മുടെ മുൻഗാമികളിൽ നിന്ന് അവരുടെ ഉമ്മമാർ അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നിടത്തുള്ള പാഠങ്ങളെ ചേർത്ത് വെക്കണം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ കാത്തു സൂക്ഷിക്കണം. വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബവും മക്കളൊക്കെ അടങ്ങുന്ന എല്ലാവരെയും കാത്തുവെക്കണം, കാത്തു രക്ഷിക്കണം. നാറൻ, നരകത്തിയിൽ നിന്ന്. കാരണം വഖൂദുഹൻ നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ്, കല്ലുകളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ ഖുർആൻ നടത്തിയതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. നാളെയെക്കുറിച്ച്, മക്കളുടെ നാളെയെക്കുറിച്ച്, നാളെ എന്ന് പറയുമ്പോൾ അവരുടെ ദുനിയാവിലെ ഭാവിയല്ല, അതിനെക്കുറിച്ച് നമുക്ക് പരിഭവങ്ങൾ വേണം. അതിനപ്പുറം നമ്മൾക്ക് നാളെയുടെ ലോകത്ത് വരാനിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള ഭീതി നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ധർമ്മബോധത്തോടുകൂടി മക്കൾ വളരണം. അതിന് അനിവാര്യമാകുന്ന ഒന്ന് ധാർമ്മിക പ്രസ്ഥാനങ്ങളിൽ മക്കൾ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് ചെറിയ സംഗതിയൊന്നും അല്ല. അത് കാരണം അവരുടെ എക്സ്ട്രാ എനർജി ഉണ്ടല്ലോ, അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളിടത്ത് നമുക്ക് ഏറ്റവും ഉപയുക്തമായ ഒരു മാർഗം ഇത് തന്നെയാണ്. അവരെ പ്രവർത്തിക്കാൻ വേണ്ടിക്കൊണ്ട് പറ്റിയ ഒരു സംഘത്തിന്റെ കൂടെ ചേർക്കുക. അത് ഏതാവട്ടെ, നമുക്ക് അനുയോജ്യമായി കൊണ്ടുവന്ന ഒരു സംഘത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ. അതിൽ ആദർശ പ്രതിബദ്ധതയും ദീനീബോധവും, അതേപോലെ തന്നെ ദീനീബോധത്തോടൊപ്പം തന്നെ യഥാർത്ഥ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ഒരു വിഭാഗം എവിടെയാണോ, അത് എവിടെയാണ് നമുക്ക് തോന്നുന്നത്, മനസ്സിലാകുന്നത്, അവിടെ ചേർന്ന് നിൽക്കാനുള്ള പ്രാപ്തി മക്കൾ കൊടുക്കണം, ബോധനം കൊടുക്കണം, അവരെ ചേർത്ത് നിർത്തണം. അതിൽ വലിയ കാര്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞതിന്റെ ഗൗരവത്തെക്കുറിച്ച് ആലോചിക്കണം. നിസ്സാരമായ സംഗതിയല്ല പറയുന്നത്. കാരണം മക്കളുടെ കാര്യത്തിൽ നമ്മൾ പറയുന്ന പരിഭവങ്ങൾ ഒരുപാടാണ്. നമ്മളവരെ ഭൗതികമായി കൊണ്ട് വല്ലാതെ അവരുടെ പഠനങ്ങൾ ഉണ്ടാവേണം, അനിവാര്യമാണ്, ഒരു സംശയമല്ല, എതിർപ്പില്ല, അനിവാര്യമാണ്. പക്ഷെ ഇതില്ലാതെ പോയാൽ, ഇത് പരലോകബോധം, ദീനീ ചിട്ട, ധാർമ്മികത, സദാചാരം എന്നുള്ള വാക്ക് തന്നെ ഇപ്പോൾ അധാർമികമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ കാലഘട്ടം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മക്കളെ വല്ലാതെ ഭൗതികമായി കൊണ്ട് അവർ ഉന്നതിയിലെത്തട്ടെ, ഡോക്ടറൈസ് ആവട്ടെ, അല്ലെങ്കിൽ ഒക്കെ ആവട്ടെ. പക്ഷെ ഇതിന്റെ ഒരു പരിണതി, ഇത് മാത്രം ചിന്തിച്ചാൽ, ഇതിന്റെ മാത്രമുള്ള കാര്യം പറഞ്ഞത്, അത് മാത്രം ചിന്തിച്ചിട്ടുണ്ടാകുന്ന പരിണതി, പഠിക്കാനൊരു അനുഭവം പറയാം. ഇന്ന് വായിച്ച ഒരു വായനയിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു അനുഭവം,
ഒരു അച്ഛൻ മരണപ്പെട്ടിട്ട് ഒരാളും അയൽവാസികളോ മക്കളോ ആരും അറിഞ്ഞിട്ടില്ല. കാരണം മക്കളില്ല. മക്കള് നല്ല സ്റ്റാറ്റസോട് കൂടിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ആ അച്ഛൻ പഠിപ്പിച്ചു വലുതാക്കിയതാ, ആ പിതാവ് പഠിപ്പിച്ചു വലുതാക്കിയതാ. എന്നിട്ട് വിദേശ രാജ്യങ്ങൾ ഫാമിലി സ്റ്റാറ്റസോട് കൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അച്ഛനായിക്കൊണ്ടൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഈ അച്ഛൻ ഒരു വീട്ടിൽ അങ്ങനെ ഒറ്റയ്ക്ക് തനിച്ചു കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. ആ അച്ഛൻ ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ കിടപ്പറയിൽ ബെഡിൽ കിടന്ന് മരിക്കുന്നു. മരിക്കുന്ന അച്ഛനെ ഒരാളും ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയി എന്ന് ഒരാളും അറിയണില്ല. മരണപ്പെട്ടു പോയ മനുഷ്യനെ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും ജീർണിച്ച് അസ്ഥിപഞ്ചരമായ ഒരു ഭൗതിക ശരീരം മാത്രം ഇങ്ങനെ ബെഡിൽ കാണുന്ന തലയോട്ടിയുണ്ട്, അതേപോലെ തന്നെ വാരിയല്ലുകളുണ്ട്. ഇങ്ങനെ അസ്ഥികൂടങ്ങൾ മാത്രം ഇങ്ങനെ കാണുന്ന അവസ്ഥയിലാണ് പിന്നീട് ആ അച്ഛൻ ആ പിതാവ് മരണപ്പെട്ടു എന്നുള്ളത് ലോകം അറിയുന്നത്. അതിനപ്പോ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കാൻ മീറ്റർ റീഡിങ്ങിന് വേണ്ടിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥൻ വന്നപ്പോ അദ്ദേഹം പിന്നെ അവിടെ പിന്നെ കണ്ട ഒരു കാഴ്ച മാത്രമായിരുന്നു. അതപ്പോഴാണ് ഒരു സംഗതി അറിയുന്നത് എന്നാണ്. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു? ഭൗതികത നമ്മളെ എത്രമേൽ വല്ലാതെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഭൗതികത എത്രമേൽ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവ്. അതെന്തുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ എന്തുകൊണ്ട് നമ്മളുടെ കുടുംബത്തിലേക്ക് വന്നുകൂടായികയില്ല? ആലോചിക്കേണ്ടതുണ്ടല്ലോ. ഒരു സാധുവായ ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രവാസ ലോകത്ത് ജോലി ചെയ്ത സമയത്ത് അദ്ദേഹം പരാതിപ്പെട്ട, എനിക്ക് 4 മക്കളുണ്ട്, 3 ആൾക്കാരും 4 പേരും വിദേശ രാജ്യങ്ങൾ, പല രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, അതിൽ ഒരാളെങ്കിലും ഒരു മൊയന്തുണ്ടായിരുന്നെങ്കിൽ എന്നൊരു വർത്താനം നേർക്കുനേരെ പറഞ്ഞ അനുഭവമുണ്ട്. ഒരാളെങ്കിലും മൊയന്തുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടേണ്ടി വരില്ലായിരുന്നു. ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം എന്ന് ചോദിച്ചാൽ, മക്കളെ ധാർമ്മിക ബോധവും ദീനീ ബോധവും ഖുർആനുമായി കൊണ്ടുള്ള ചിന്തകളും ഖുർആൻ പഠനം മറ്റുള്ളതൊക്കെ എല്ലാവരും അറബി കോളേജ് കണക്കെന്നല്ല, ഇതൊക്കെ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ബോധനത്തിനും അതേപോലെ തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കും അവരെ പങ്കാളികളാക്കണം. അതിന് സാധ്യമാകുന്ന അവസരങ്ങൾ കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാകുന്നു. കാരണം നമ്മുടെ ഖബറുകളുടെ അടുക്കൽ ആ മക്കൾക്കൊന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ, ആ മക്കൾ നമ്മുടെ മയ്യത്തിങ്ങനെ കിടക്കുന്ന സമയത്ത് ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ഉസ്താദിനെ നിർത്തുന്നതിന് പകരം മകന് തന്നെ എന്റെ ഉപ്പാക്ക് പ്രാർത്ഥിക്കാൻ, മനംനൊന്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും എന്ന് പറയാവുന്ന മക്കളുണ്ടാവണം. വെറുതെ ഇങ്ങനെ കാണാതെ പഠിച്ച കുറെ പ്രാർത്ഥനകൾക്കപ്പുറം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ഉപ്പാക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു എന്ന് പറയുമ്പോൾ മനസ്സിൽ തട്ടിയിട്ടുണ്ടല്ലോ എന്താണ് പറയുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ആ മക്കൾക്ക് നിന്ന് നിസ്കരിക്കാനും മയ്യത്ത് നിസ്കരിക്കാനും കഴിയുന്ന തരത്തിലേക്ക് മക്കള് ബോധമുള്ളവരാകണം. അതിന് അനിവാര്യമാകുന്ന ഒന്ന് പറയുന്നു, ഈ പള്ളിയും ഇതിനോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതേപോലെ ആ പ്രവർത്തനങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്ന സംഘങ്ങളും സംഘടനകളും ഉണ്ടാകും. അതിലേക്ക് നമ്മുടെ മക്കളെ കൊച്ചുനാൾ മുതൽ തന്നെ ചേർത്തിക്കൊണ്ടുവരാൻ, അടുപ്പിച്ചു കൊണ്ടുവരാൻ, അകറ്റാനല്ല അടുപ്പിച്ചു കൊണ്ടുവരാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടോ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു മെസ്സേജ് അത് പകർന്നു കിട്ടുക എന്നുള്ളതും അതോടൊപ്പം ഇതിന്റെ പ്രാധാന്യവും ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള നിലക്കാണ് ഈ ഒരു വിഷയത്തെ സമർപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും നമ്മിൽ നിന്ന് അല്ലാഹുവേ നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് മുൻപേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റെല്ലാവരും, അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം, ബർസഖി ജീവിതം നീ ധന്യമാക്കി കൊടുക്കുകയും സന്തോഷകരമാക്കി കൊടുക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം, ബർസഖി ജീവിതം നീ പ്രകാശപൂർണമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് പറഞ്ഞവരായ എല്ലാ ആളുകളുടെയും നല്ലതായ എല്ലാ പ്രാർത്ഥനകളും നല്ലതായ ഉദ്ദേശങ്ങളും നീ സഫലമാക്കി കൊടുക്കുകയും അവരുടെ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين.